കനേഡിയൻ അതിർത്തി വഴി അമേരിക്കയിലേക്ക് ഇന്ത്യക്കാരെ കടത്തിയതിന് ചില ഇന്ത്യൻ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കനേഡിയൻ കോളേജുകൾക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു. 2022 അനധികൃതമായി കാനഡ US അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗുജറാത്തിലെ ഡിങ്കുച്ച ഗ്രാമത്തിൽ നിന്നുള്ള 4-അംഗ ഇന്ത്യൻ കുടുംബത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അനധികൃതമായി കാനഡ വഴി അമേരിക്കയിലേക്ക് ഇരകളെ അയക്കാൻ ഗൂഢാലോചന നടത്തിയ ഭവേഷ് അശോക് ഭായ് പട്ടേലിനെതിരെ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി മുംബൈ, നാഗ്പൂർ, ഗാന്ധിനഗർ, വഡോദര എന്നിവിടങ്ങളിലെ 8 സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയതായി ഏജൻസി പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. അനധികൃതമായി മാർഗങ്ങൾ ഉപയോഗിച്ച് കാനഡ വഴി ഇന്ത്യക്കാരെ അമേരിക്കയിലേക്ക് കടത്താനുള്ള ഗൂഢാലോചന നടത്തിയെന്നാണ് പട്ടേലിനെതിരെയുള്ള ആരോപണം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ ക്രിമിനൽ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കള്ളക്കടത്ത് ശൃംഖലയുടെ ഭാഗമായി കനേഡിയൻ കോളേജുകളിലേക്കും സർവകലാശാലകളിലേക്കും വ്യക്തികൾക്ക് പ്രവേശനം നൽകുന്നതിന് പ്രതികൾ സൗകര്യമൊരുക്കിയെന്നാണ് ED പറയുന്നത്. US കടക്കാൻ ആഗ്രഹിക്കുന്നവരോട് കനേഡിയൻ സ്റ്റുഡന്റ് വിസ അനുവദിക്കുമെന്ന് പറയുന്നു. കാനഡയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ കോളേജുകളിൽ ചേരുന്നതിന് പകരം US കാനഡ അതിർത്തി കടക്കുന്നു. പിന്നീട് കാനഡ ആസ്ഥാനമായുള്ള കോളേജുകൾക്ക് ലഭിക്കുന്ന ഫീസ് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നു. ഇതാണ് ഏജൻസികളുടെ പ്രവർത്തന രീതി. ഈ രീതി കനേഡിയൻ സ്ഥാപനങ്ങൾക്കും ഇതിൽ പങ്കുണ്ടെന്ന സംശയത്തിലേക്കാണ് എത്തുന്നത്. ഈ റാക്കറ്റ് US കടക്കാൻ ശ്രമിച്ച ഇന്ത്യൻ പൗരന്മാരിൽ നിന്ന് 55 ലക്ഷം മുതൽ 60 ലക്ഷം വരെ രൂപ ഈടാക്കിയെന്നാണ് റിപ്പോർട്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ഡിസംബർ 10, 19 തീയതികളിലാണ് മുംബൈ, നാഗ്പൂർ, ഗാന്ധിനഗർ, വഡോദര എന്നിവിടങ്ങളിലെ 8 സ്ഥലങ്ങളിൽ ED തെരച്ചിൽ നടത്തിയിരുന്നത്. കമ്മീഷൻ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി പ്രവേശനം സുഗമമാക്കുന്നതിന് വിദേശ സർവകലാശാലകളുമായി കരാറുണ്ടാക്കിയ 2 സ്ഥാപനങ്ങളെ തിരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സ്ഥാപനം നാഗ്പൂരും മറ്റൊന്ന് മുംബൈയിലുമാണ്. ഒരു സ്ഥാപനം പ്രതിവർഷം ഏകദേശം 25,000 വിദ്യാർത്ഥികളെ വിദേശ കോളേജുകളിലേക്ക് റെഫർ ചെയ്യുന്നുണ്ട്. മറ്റൊരു സ്ഥാപനം 10,000 വിദ്യാർത്ഥികളെയും. ഗുജറാത്തിൽ 1700 ഏജന്റുമാരുടെയോ പങ്കാളികളുടെയോ പങ്കാളിത്തവും ഇന്ത്യയിലുടനീളം 3500 പേരുടെ പങ്കാളിത്തവും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 800ഓളം പേർ നിലവിൽ സജീവമാണ്. 112 കനേഡിയൻ കോളേജുകൾക്ക് സൂക്ഷ്മ പരിശോധനയിലുള്ള ഒരു സ്ഥാപനവുമായി കരാറുകളുണ്ടെന്നും മറ്റൊരു സ്ഥാപനം 150ലധികം കോളേജുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ED വ്യക്തമാക്കുന്നുണ്ട്. കാനഡ US അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഏതാനും സ്ഥാപനങ്ങൾ മനുഷ്യക്കടത്ത് പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളികളാകുമെന്നാണ് ED സംശയിക്കുന്നത്. EDയുടെ പരിശോധനയിലൂടെ 19 ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപങ്ങൾ ED മരവിപ്പിക്കുകയും 2 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും കുറ്റകരമായ രേഖകളും ഡിജിറ്റൽ ഉപകരണങ്ങളും പരിശോധനയ്ക്കിടെ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് ശൈത്യത്തെ തുടർന്ന് 4 കുടുംബാംഗങ്ങൾ മരിച്ച സംഭവത്തിൽ ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 2 പേർ ശിക്ഷിക്കപ്പെട്ടിരുന്നു. ഡേർട്ടി ഹാരി എന്നറിയപ്പെടുന്ന ഹർഷ് കുമാർ, രാമൻലാൽ പട്ടേൽ, സ്റ്റീവ്, ആന്റണി ഷാന്റ് എന്നിവരാണ് അനധികൃതമായി US കുടിയേറ്റക്കാരെ കടത്താനുള്ള ഗൂഢാലോചന ഉൾപ്പെടെയുള്ള മനുഷ്യക്കടത്തിന് ശിക്ഷിക്കപ്പെട്ടത്. നിരവധി പേരെ സ്റ്റുഡന്റ് വിസയിൽ കാനഡയിലേക്ക് കൊണ്ടുവരികയും തുടർന്ന് അവരെ അനധികൃതമായി അതിർത്തി കടന്ന് US കൊണ്ടുപോകുകയും ചെയ്യുന്നതായിരുന്നു ഇവരുടെ പദ്ധതി.